കോഴിക്കോട് KSRTC ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് വീട്ടമ്മയ്ക്ക് പരിക്ക്. ബസ് ഓടിക്കൊണ്ടിരിക്കെ ഡോറ് തുറന്ന് താഴേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ അമ്പലക്കുന്ന് സ്വദേശി സീനത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഡോറിന്റെ ലോക്ക് ഫിറ്റ് ചെയ്തതിൽ അപാകതയുണ്ടെന്നാണ് ആക്ഷേപം. ദീപക് മലയമ്മ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, എപ്പോഴായിരുന്നു ദീപക് സംഭവം? ഇവരുടെ നില എങ്ങനെയാണ്? ആരോഗ്യനില ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ ഇവർക്ക്? അരുൺ, ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് താമരശ്ശേരിക്കടുത്ത് ചുടലമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് അപകടം സംഭവിക്കുന്നത്. അമ്പലക്കുന്ന് സ്വദേശിയായിട്ടുള്ള സീനത്ത് ബസ്സിൽ കയറുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ബസ്സിനകത്തുണ്ടായിരുന്നു. പൊതുവെ KSRTC ബസ്സിന്റെ ഡോറിന്റെ ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം. അതിന്റെ ആ ലോക്കിന്റെ ലിവർ മുകളിലേക്ക് ഉയർത്തുന്ന ഘട്ടത്തിലാണ് ഡോർ തുറക്കാൻ കഴിയുന്നത്. എന്നാൽ വാഹനത്തിനകത്ത് നിന്ന് തന്നെ താഴ്ഭാഗത്തേക്ക് തട്ടിയാൽ പോലും, ആ ലിവർ തട്ടിയാൽ പോലും ഡോർ തുറന്നു പോകുന്ന സ്ഥിതിയാണ് വാഹനത്തിനുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഈ സീനത്ത് ഉൾപ്പെടെ ഡോറിന്റെ സ്റ്റെപ്പിലാണ് ഉണ്ടായിരുന്നത്. അവർ അബദ്ധവശാൽ ഡോർ തുറന്ന് പുറത്തേക്ക് വീഴുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന സ്ലാബിൽ തലയടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ മേഖലയിൽ രക്തം തളം കെട്ടി കിടക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു. നിലവിൽ അവരുടെ ആരോഗ്യസ്ഥിതി അത്ര കണ്ട് ഗുരുതരമല്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പോലും സാരമായ പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അവരെ നിലവിൽ ഓമശ്ശേരിയിലെ ശാന്തി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് മാനന്തവാട് വഴി ഇരിട്ടിയിലേക്ക് പോകുന്ന നിലമ്പൂർ ഗ്യാരേജിലുള്ള KSRTC ബസ്സിൽ നിന്നാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ചെറിയ തരത്തിലുള്ള ഒരു അശ്രദ്ധ അത് വലിയ തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി എന്നുള്ളതാണ് താമരശ്ശേരിയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്നത്. താങ്ക് യു. ദീപക് മലയമ്മയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത്തരം അനാസ്ഥകൾ വലിയ ജീവനുകൾ എടുക്കുന്നതാണെന്ന് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വീണ്ടും ഒരു അനാസ്ഥയാണ്. എന്തായാലും ജീവൻ നഷ്ടപ്പെട്ടില്ല, ഗുരുതരാവസ്ഥയിലല്ലെങ്കിലും പരിക്കേറ്റിട്ടുണ്ട് സാരമായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബസ്സിൽ തിരക്കിലുള്ള സമയത്തൊക്കെ വളവൊക്കെ വരുന്ന സമയത്ത് റോഡിൽ നിന്ന് വീണ് മരിച്ചവരുടെ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പിടിച്ചൊക്കെ നിൽക്കുക കമ്പിയിൽ. പരമാവധി പ്രായമായവർ ഇരിക്കാൻ സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത വണ്ടിക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇതേപോലുള്ള വാഹനങ്ങളുടെയൊക്കെ ഡോറുകൾ കൃത്യമായി ലോക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നുവെന്ന് അധികാരികൾ ഉറപ്പുവരുത്തുകയും വേണം. വിലപ്പെട്ട ജീവനുകളാണ്, ജീവൻ വെച്ച് കളിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ.